ഹലോ എവരിവൺ, എല്ലാവരും സുഖമായി ഹാപ്പി ആയിരിക്കുകയെന്ന് വിചാരിക്കുന്നുണ്ട്. ഞങ്ങളും ഇവിടെ ഹാപ്പി ആയി പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ കണ്ണൂരേക്ക് തിരിച്ചു വരുന്നതിൻ്റെ തലേ ദിവസമാണിത്. രാവിലെ രണ്ടാളും എണീച്ചതിന് ശേഷം, പിള്ളേർ രണ്ടാളും എണീച്ചതിന് ശേഷം ഇത് ബെഡെല്ലാം ഒന്ന് സെറ്റാക്കി വെക്കുന്നുണ്ട്. ഇത് മടക്കി വെച്ചിട്ടൊന്നും വലിയ കാര്യമൊന്നുമില്ല. കുറച്ച് നേരം കഴിയുമ്പോൾ രണ്ടാളും കൂടി തലകുത്തി മറിഞ്ഞത് അലങ്കോലാക്കും. പുറത്തേക്ക് പോ. മിക്ക ദിവസവും കുഞ്ഞുമോനായിരിക്കും ആദ്യം ഉറങ്ങി എണീച്ചിട്ട് വരല്. ഗൗരി രണ്ടാമതാണ്. ഇന്നിപ്പോൾ രണ്ടാളും ഒരേ സമയത്ത് എണീച്ചുകൊണ്ട് രണ്ടാളും ഒന്നിച്ച് തന്നെ നിർത്തി പല്ലെല്ലാം തേക്കുന്നുണ്ട്. ഇത് നമ്മളെ വീടിന്റെ പുറകുവശമാണ് കേട്ടോ. അല്ലാതെ ഇങ്ങനെ തിളങ്ങണം. ആയിട്ടില്ല ഇല്ല ഇല്ല ഒരു മിനിറ്റ് പോലും ആയിട്ടില്ല തേക്കാൻ. ഒരു മിനിറ്റ് വെച്ചാൽ മതിയല്ലേ ഇത്? എന്നാലും തിന്നോ മോനെ. രാവിലെ തന്നെ ഇവരെ ഭക്ഷണം അങ്ങ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കൊരു സമാധാനമാണ്. എവിടെയെങ്കിലും പോയിട്ട് നമുക്ക് ഭക്ഷണം കഴിക്കാം. അല്ലാതെ ഒറ്റയ്ക്ക് ഇരുത്തിയിട്ട് കഴിച്ചോ എന്ന് പറഞ്ഞിട്ട് പോയി കഴിഞ്ഞാൽ അരക്കഷ്ണം ദോശ പോലും വയറ്റിലേക്ക് എത്തൂല കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ നീതും അടുത്ത് തന്നെ ഇരുന്നിട്ട് മൊത്തം ഭക്ഷണം കഴിപ്പിച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞ് ഞാനും നീതും അമ്മയെല്ലാം കൂടി ചായ കുടിച്ചു. ഞാൻ പൊറോട്ടയും ഇന്നലെ നീതും ഉണ്ടാക്കിയ വെജിറ്റബിൾ കുറുമ ഉണ്ടായിരുന്നു, അതും ആണ് എടുത്തത് കേട്ടോ. പിന്നെ അത് കഴിഞ്ഞ് പിന്നെ വല്യമ്മക്ക് മരുന്ന് കൊടുക്കുന്നത്. വല്യമ്മക്ക് അങ്ങനെ 84 വയസ്സിന് മുകളിലുണ്ട്. എന്നാൽ കൂടി ഒരു അസുഖമായിട്ട് പറയാൻ പ്രഷർ മാത്രമേ ഇല്ലൂ കേട്ടോ. വേറെ ദൈവം സഹായിച്ച് വേറെ ഒരു അസുഖവും ഇല്ല. അതെല്ലാം ഗുളിക മാത്രമേ കഴിക്കുന്നുള്ളൂ. പിന്നെ അങ്ങനെ ആ ഒരു വയസ്സിൻ്റെ വലിയ ക്ഷീണവും അങ്ങനെ ആൾക്കില്ല കേട്ടോ. ഞാൻ വല്യമ്മ എന്നല്ല അധികം വിളിക്കല്, ഞാൻ അമ്മ എന്നാണ് വിളിക്കല്. പക്ഷെ പറയുമ്പോൾ ഞാൻ വല്യമ്മ എന്ന് പറയുന്നത് മാത്രം. അമ്മേനെ ഇങ്ങോട്ടേക്ക് വല്യമ്മ എന്നാണ് വിളിക്കല്. ഇത് എന്താ കോമഡി എന്ന് എനിക്ക് ശരിക്കും ഓർമ്മയില്ല. എന്തോ മൂക്കിൽ ഉറ്റിക്കുന്ന കാര്യം എന്തോ പറയുമ്പോൾ പറഞ്ഞ് ചിരിച്ചാന്ന് കേട്ടോ. അതിൽ നമുക്ക് ജലദോഷമായിട്ട് ഇത് മൂക്കിൽ മരുന്ന് ഉറ്റിച്ച് കൊടുക്കുന്നോ. അമ്മയും അമ്മായിയെല്ലാം രാവിലെ തന്നെ അവരവരെ തിരക്കിലേക്ക് നീങ്ങിയിട്ടുണ്ട് കേട്ടോ. ഞാനും നീതും ഞങ്ങളെ കൊണ്ട് പറ്റുന്ന സാധനം ചെയ്ത് കൊടുക്കലുണ്ട്. ഈ മുറിച്ചിട്ട് കൊടുക്കൽ, പച്ചക്കറിയെല്ലാം മുറിച്ചിട്ട് കൊടുക്കൽ, അങ്ങനെ പറ്റുന്നതെല്ലാം ചെയ്ത് കൊടുക്കലുണ്ട്. വെളുത്തുള്ളീൻ്റെ തൊലി കളഞ്ഞു കൊടുക്കൽ, അങ്ങനത്തെ എല്ലാം ചെയ്ത് കൊടുക്കലുണ്ട്. പിന്നെ ഉണ്ടാക്കുന്നതൊന്നും ഒരു ഹോട്ടലിലേക്കെല്ലാം ഒരുപാട് പേർക്ക് ഉണ്ടാക്കുന്നില്ല, അപ്പോൾ അതൊന്നും നമുക്ക് സഹായിച്ചു കൊടുക്കാൻ പറ്റില്ലല്ലോ. എന്നാലും പറ്റുന്നതെല്ലാം ചെയ്ത് കൊടുക്കലുണ്ട്. ഇത് എന്തോ ഒരു വഴക്ക് കഴിഞ്ഞിട്ട് ഇവ മാറി നിൽക്കുന്നതാണ് കേട്ടോ. കുഞ്ഞുമോനും ഗൗരിയും വഴക്കായിട്ട് അത് രണ്ടാക്കും ചോക്ലേറ്റ് കൊടുത്തിട്ട് ഒരാൾ നേരത്തെ കഴിച്ചു തീർത്തു, ഗൗരി നേരത്തെ കഴിച്ചു തീർത്തു. അവനാണെങ്കിൽ കുറേ നേരം കയ്യിൽ പിടിച്ചുകൊണ്ട് നിൽക്കുന്നുണ്ട്. അപ്പം അത് അറിഞ്ഞിട്ട് രണ്ടാളും അങ്ങോട്ടും ഇങ്ങോട്ടും പിണങ്ങി നിൽക്കുന്നതാ. ചിരിക്കണം, വീഡിയോ എടുക്കുമ്പോൾ ചിരിക്കണം. ഗ്രൗണ്ടിൽ അവിടെ ഡ്രൈവിംഗ് ഓടിക്കുന്നുണ്ട്. ഇന്ന് വൈകുന്നേരം നടക്കാം. ചില ദിവസം കുറേ മുറിക്കാനുണ്ടെങ്കിൽ തലേ ദിവസം തന്നെ പച്ചക്കറി കഷ്ണമെല്ലാം അരിഞ്ഞു വെക്കലുണ്ട്. ഇന്നലെ അമ്മക്ക് പറ്റിയിട്ടുണ്ടായില്ല, എന്തോ തിരക്ക് കാരണം. അപ്പോൾ അതുകൊണ്ട് ഇന്നാണ് അവിയലിൻ്റെ കഷ്ണമെല്ലാം മുറിക്കുന്നത് കേട്ടോ. അപ്പോൾ അമ്മക്ക് സമയമില്ല, എല്ലാം കൂടി വെക്കുകയും വേണം മുറിക്കുകയും വേണം, എല്ലാം കൂടി ആകുമ്പോൾ സമയം ഉണ്ടാവില്ല. അപ്പോൾ ഞാനും നീതും കൂടിയിട്ട് അവിയലിൻ്റെ കഷ്ണമെല്ലാം മുറിച്ച് കൊടുക്കുന്നുണ്ട്. മുറിച്ച് കൊടുത്താൽ പെട്ടെന്ന് ഉണ്ടാക്കാമല്ലോ. അതെല്ലാം കഴിഞ്ഞ് നീതു അവളുടെ മാസ്റ്റർ പീസ് ആയിട്ട് റവ കേസരി ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. ഗൗരിയും കുഞ്ഞുമോനും അവർ അരമണിക്കൂർ നേരത്തെ വഴക്ക് 1 മിനിറ്റ് കൊണ്ട് സോൾവ് ആക്കിയതായി ഇരുന്ന് TV കാണുന്നുണ്ട്. പാകണ്ടാവോ? ഒരു 1:30 ഞാൻ ചോറുണ്ണുന്നുണ്ട്. തക്കാളി രസവും ഉരുളക്കിഴങ്ങ് വറവും പിന്നെ അയില പൊരിച്ചതാണ് കേട്ടോ. ഞാനും നീതു മാത്രമേ ഇവിടെ മീൻ കഴിക്കുന്നുള്ളൂ. അപ്പോൾ മാലയിട്ടിട്ടുണ്ടെങ്കിലും അവൻ ഇവിടുന്നൊന്നും ഭക്ഷണവും കഴിക്കുന്നില്ല, അവനിവിടെ കിടക്കുന്നുമില്ല, ഇങ്ങോട്ട് അങ്ങനെ വരുന്നുമില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ പുറത്തിരുന്നിട്ടാണ് ഭക്ഷണം കഴിക്കുന്നത്. പക്ഷേ അമ്മയും അമ്മായിയും വല്യമ്മ അവരാരും കഴിക്കുന്നില്ല കേട്ടോ, മീനൊന്നും കഴിക്കുന്നില്ല. അപ്പോൾ അങ്ങനെ ഭക്ഷണമെല്ലാം കഴിച്ച് കഴിഞ്ഞു. ഇത് മിന്നാന്ന് ഫെയറിന് പോയിട്ട് വരുമ്പോൾ വാങ്ങിച്ചിട്ടുണ്ടായ സാധനമാണ്. ഇതിൻ്റെ അവസ്ഥ ഇങ്ങനെയുണ്ട്. ഇത് ഗൗരീൻ്റെതല്ല, കുഞ്ഞുമോൻ്റെയാണ്. അതിൻ്റെ ഇടയിൽ ഗൗരിയും കുഞ്ഞുമോനും ഓടിക്കളിക്കുന്നതിനിടയ്ക്ക് ഗൗരീൻ്റെ കാലെവിടെയോ പോയി തട്ടി ചോര വന്നു, ചെറുതായിട്ട് മുറിഞ്ഞു. അപ്പോൾ പിന്നെ എല്ലാവരും ഭയങ്കര അയ്യോ എന്നെല്ലാം പറഞ്ഞിട്ടുമ്പോൾ ഗൗരിക്ക് സങ്കടം കൂടി. അതിൻ്റെ ഇടയ്ക്ക് കുഞ്ഞുമോൻ രണ്ടാളും കൂടി ഓടുമ്പോൾ ആണല്ലോ തട്ടിയത്. അതുകൊണ്ട് കുഞ്ഞുമോനും ഊതി കൊടുക്കുന്നതെല്ലാം ഉണ്ട്. പിന്നെ മരുന്ന് വെക്കാൻ നോക്കുമ്പോൾ ഗൗരി ഒച്ചത്തിൽ കരഞ്ഞുകൊണ്ട് പിന്നെ കുറേ നേരം കരഞ്ഞു. അങ്ങനെ കരഞ്ഞ് പിന്നെ ഉറങ്ങി കേട്ടോ.
ഒരു 4 മണി 4:30 ആകുമ്പോൾ നീതു ഉണ്ടാക്കിയ സീറ ഞങ്ങളെല്ലാവരും ഇരുന്ന് കഴിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അടിപൊളി ടേസ്റ്റ് ഉണ്ടായിരുന്നു. കുറേ നേരമായി ഇവളിങ്ങനെ കഴിക്കുന്നില്ലേ ഞാൻ ഉണ്ടാക്കിയത് കഴിക്കുന്നില്ലേ ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. സംഭവം അടിപൊളി ടേസ്റ്റ് അല്ലായിരുന്നു. പിന്നെ ഇങ്ങനെ പൊക്കി പറഞ്ഞുകൊണ്ടിരിക്കും ഞാൻ ഉണ്ടാക്കിയോണ്ടാണ് ഇത്ര ടേസ്റ്റ് എന്നല്ല ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിലും സീറ ഉണ്ടാക്കി കഴിഞ്ഞാൽ നീതു ഉണ്ടാക്കിയ അടിപൊളിയാണ് കേട്ടോ. അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് ഞങ്ങൾക്ക് ഇന്ന് വൈകുന്നേരം എൻ്റെ അച്ഛൻ്റെ തറവാട്ടിലോട്ട് പോകുന്നുണ്ട്. നാളെ ഞാൻ പോകുന്നതല്ലേ, അപ്പോൾ അതിന് മുമ്പ് പോകണമെന്ന് വിചാരിച്ചിരുന്നു. വന്നപ്പോൾ തൊട്ട് നാളെ പോവാം എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ മാറ്റി ഇന്നത്തേക്ക് ആക്കിയിട്ടുണ്ട്. അപ്പോഴേക്കും നാളത്തേക്ക് ഹോട്ടലിലേക്ക് വേണ്ട പച്ചക്കറിയെല്ലാം കൊണ്ടുവന്നിട്ടുണ്ട് അമ്മാവൻ. അപ്പോൾ അമ്മയും കൂടി അതെല്ലാം ഒന്ന് അറേഞ്ച് ചെയ്ത് വെക്കുന്നുണ്ട്. ഇവിടെ എന്താ പറയുക, തലേദിവസം തന്നെയാണ് പിറ്റേത്തേക്കുള്ള പച്ചക്കറിയെല്ലാം കൊണ്ടുവരല്. പിന്നെ എന്തെങ്കിലും ഓഫറിലെല്ലാം സാധനം കിട്ടുന്നുണ്ടെങ്കിൽ കുറച്ചധികം അല്ലാതെ തലേദിവസം മാത്രമേ സാധനം വാങ്ങിക്കുള്ളൂ. അപ്പോൾ ഇതെല്ലാം എടുത്ത് അമ്മായി ഫ്രിഡ്ജിലേക്ക് വെക്കുമ്പോൾ ഞാനും കൂടാന്ന് പറഞ്ഞിട്ട് സഹായിച്ച് ബുദ്ധിമുട്ടിക്കുന്ന 2 പിള്ളേരെയാണ് നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ വീണാ പൊട്ടും. ഒരു 5:30 5:45 ആ സമയത്തിനുള്ളിൽ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ എൻ്റെ അച്ഛൻ്റെ തറവാട്ടിലേക്ക് പോകാനുണ്ട്. അങ്ങനെ പോകാൻ വേണ്ടി നിൽക്കുന്നത് ഞാനും നീതും ഗൗരിയും കുഞ്ഞുമോനും അമ്മയും. ഞങ്ങൾ ഇത്ര ആൾക്കാരെ പോകുന്നില്ല. അപ്പോൾ അമ്മ റിക്ഷ വിളിക്കാൻ വേണ്ടി താഴെ പെരിയ ടൗണിലോട്ട് പോയിട്ടുണ്ട്. കുറച്ച് ദൂരം മാത്രമേ ഇല്ലൂ, പക്ഷേ പിള്ളേരെയും കൊണ്ട് നമ്മൾ നടക്കേണ്ട ദൂരം മാത്രമേ ഇല്ലൂ ശരിക്കും പറഞ്ഞാൽ. അപ്പോൾ അങ്ങനെ അമ്മ റിക്ഷ പിടിക്കാൻ പോയിട്ടുണ്ട്. അപ്പോൾ വൈകുന്നേരം ഒരു 6:15 6:30 ആ സമയത്ത് വെളിച്ചം വെക്കൽ എന്ന് പറയും. വെളിച്ചം വെക്കൽ എന്ന് പറഞ്ഞാൽ ദീപം വെക്കൂലേ ദൈവത്തിന്. അപ്പോൾ ആ സമയത്തേക്ക് എത്താമെന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ ഇത്ര ലേറ്റ് ആയത് കേട്ടോ. അങ്ങനെ നമ്മൾ ഇവിടത്തേക്ക് എത്തിയിട്ടുണ്ട്, തറവാട്ടിലേക്ക് എത്തിയിട്ടുണ്ട്. ഇളയപ്പൻ വിളക്ക് വെക്കാൻ പോകാമെന്ന്. എൻ്റെ ഇളയപ്പനാണ് ഇവിടുത്തെ കാര്യങ്ങളെല്ലാം മെയിനായിട്ട് നോക്കുന്നില്ലത്. എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ മാത്രമേ മറ്റുള്ള ഒരാളെ ഏൽപ്പിക്കുള്ളൂ. അപ്പോൾ വിളക്കെല്ലാം വെച്ച് തൊഴുത് നമ്മളവിടെ നിന്ന് കുറച്ച് ഇരുട്ടാകുമ്പോൾ തന്നെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. എനിക്ക് പേഴ്സണലി ഭയങ്കര അറ്റാച്ച്മെൻറ്റുള്ളൊരു സ്ഥലമാണ് ഈ ഒരു തറവാട്. അപ്പോൾ ഇത്രയൊക്കെയാണ് ഈ ഒരു വീഡിയോയിൽ ഷെയർ ചെയ്യാനുള്ളത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. നിങ്ങൾക്ക് എന്തെങ്കിലും കമൻറ്റ് പറയാനുണ്ടെങ്കിൽ, അഭിപ്രായങ്ങൾ പറയാനുണ്ടെങ്കിൽ അറിയിക്കുക. പിന്നെ ഇതുപോലത്തെ വീഡിയോസ് എല്ലാം ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരെയും ബൈ.